ഓം ശാന്തി. പ്രഭാത മുരളി. ഡേറ്റ് 27/10/2021. शुभाबा का याद है. मुरली सारम. मीठे बच्चे, अब सीखने के साथ साथ ടീച്ചർ ബൻ സിഖാന ബി ഹെ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പഠിക്കുന്നതിനോടൊപ്പം തന്നെ ശിക്ഷകനായി പഠിപ്പിക്കുകയും വേണം. ये पढ़ाई इस अंतिम जन्म के लिए ही है, इसलिए अच्छी रीति पढ़ो और पढ़ाओ. ഈ പഠിപ്പ് ഈ അന്തിമ ജന്മത്തിലേക്കുള്ളതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കണം, പിന്നീട് പഠിപ്പിക്കണം. प्रश्न. सत्युगी राजधानी की साधार पर स्थापन होती है. സത്യുഗി രാജധാനി എന്ത് ആധാരത്തിലാണ് സ്ഥാപിക്കപ്പെടുന്നത്? उत्तर. संगम की पढ़ाई के आधार पर जो अच्छी रीति पढ़ते हैं अथवा जिन पर बृहस्पति की दशा है वो सूर्यवंशी में आते हैं. സംഗമയുഗത്തിൻ്റെ പഠിപ്പിൻ്റെ ആധാരത്തിലാണ് സത്യുഗത്തിൻ്റെ സ്ഥാപന. ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത് അഥവാ ആരിലാണോ ബൃഹസ്പതിയുടെ ദശയുള്ളത് അവർ സൂര്യവംശത്തിലേക്ക് വരും. जो पढ़ते नहीं सर्विस नहीं करते उन पर बुद्ध की दशा बैठती वो जैसे बुद्धू है. എന്നാൽ ആരാണോ പഠിക്കാത്തത്, സർവീസ് ചെയ്യാത്തത്, സേവനം ചെയ്യാത്തത് അവർ ബുദ്ധുവിനെ പോലെ ആയിരിക്കും, അതായത് വിഡ്ഢികളെ പോലെ ആയിരിക്കും. वो प्रजा में आ जाते हैं, അവർ പ്രജകളിൽ വരും. ऊंच प्रजा नौकर चाकर आदि सब इस समय की पढ़ाई के आधार पर ही बनते. അതായത് ഉയർന്ന പ്രജയും അവർക്കിടയിലെ ജോലിക്കാരും വേലക്കാരും ഇതെല്ലാം തന്നെ ഈ സമയത്തിൻ്റെ പഠിപ്പിൻ്റെ ആധാരത്തിലാണ് ഓരോ പദവികളും നേടുന്നത്. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ് 1. अब टॉकी से मूवी, मूवी से साइलेंस में जाना है, इसलिए टॉकी बहुत कम करनी है. ഇപ്പോൾ ശബ്ദത്തിൽ നിന്നും മൂവിയിലേക്ക്, മൂവിയിൽ നിന്നും സൈലൻസിലേക്കാണ് നമ്മുടെ സ്ഥിതി ഉയരേണ്ടത്. അതുകൊണ്ട് തന്നെ അധികം ശബ്ദത്തിൽ വരാതിരിക്കുക. रॉयल्टी से बहुत आहिस्ते आहिस्ते बोलना है. വളരെ രാജകീയമായി മെതുവെ അതോ പതുക്കെ സംസാരിക്കണം. 2. नॉलेज समझने के बाद तीव्र पुरुषार्थ कर सतो प्रधान बनना है, याद का चार्ट रखना है. ജ്ഞാനം ഉൾക്കൊണ്ടതിന് ശേഷം തീവ്ര പുരുഷാർത്ഥം ചെയ്ത് സതോപ്രധാനരാകണം. ഓർമ്മയുടെ ചാർട്ട് എഴുതണം. वरदान. शक्तियों को करामत के बजाय कर्तव्य समझ कर प्रयोग करने वाले पूजन व गायन योग्य भव. ശക്തികളെ ജോലിയാണ് അഥവാ കഠിനാധ്വാനമാണ് എന്നതിന് പകരം തൻ്റെ കർത്തവ്യമാണെന്ന് മനസ്സിലാക്കി കാര്യത്തിൽ ഉപയോഗിക്കുന്ന പൂജയ്ക്കും ഗായനത്തിനും യോഗ്യരായി ഭവിക്കൂ. याद द्वारा जो शक्तियों की प्राप्ति होती है उन्हें करामत समझकर प्रयोग नहीं करना. ഓർമ്മയിലൂടെ ഏതെല്ലാം ശക്തികളുടെ പ്രാപ്തിയാണോ ഉണ്ടായിരിക്കുന്നത് അതിനെ കഠിനാധ്വാനമാണെന്ന് കരുതി പ്രയോഗിക്കരുത്. ലേക്കിൻ കർത്തവ്യ സമജ്കർ കാര്യമേ ലഗാന. പകരം എൻ്റെ കർത്തവ്യമാണെന്ന ബോധത്തോടു കൂടി വേണം ശക്തികളെ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ അതോ പ്രയോഗിക്കാൻ. उन मनुष्यों के पास रिद्धि सिद्धि की करामत होती है, लेकिन आपके पास है श्रीमत. മറ്റുള്ള മനുഷ്യരുടെ കൈകളിൽ അഥവാ കൈവശം റിദ്ധി സിദ്ധികളുടെ അത്ഭുതങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ
നിങ്ങളുടെ അരികിൽ ശ്രീമതമാണ് ഉള്ളത്. श्रीमत से शक्तियाँ जरूर आती हैं, इसलिए संकल्प से कर्तव्य सिद्ध होते हैं. ശ്രീമതത്തിൽ കൂടി തീർച്ചയായും ശക്തികളുടെ പ്രാപ്തി ഉണ്ടാകുന്നു. അതുകൊണ്ട് സങ്കല്പത്തിലൂടെ കർത്തവ്യങ്ങൾ സിദ്ധമാകുന്നു. संकल्प से किसको कार्य की प्रेरणा दे सकते हो. സങ്കല്പത്തിൽ കൂടി ആർക്ക് വേണമെങ്കിലും പ്രേരണ നൽകുവാനും കഴിയും. ये भी शक्ति है, लेकिन श्रीमत में जब अपनी मनमत मिक्स ना हो तब गायन और पूजन योग्य बनेंगे. ഇതും കൂടി ഒരു കഴിവാണ്, ശക്തിയാണ്. എന്നാൽ എപ്പോൾ വരെ ശ്രീമതത്തിൽ തൻ്റെ മന്മതം മിക്സ് ആകുന്നില്ല, തന്നിഷ്ടം കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല, അപ്പോഴാണ് ഗായനത്തിനും അതോ പൂജയ്ക്കും നിങ്ങൾ യോഗ്യരായി മാറുക. വരദാൻ शक्तियों को करामत के बजाय कर्तव्य समझ कर प्रयोग करने वाले पूजन व गायन योग्य भव. ശക്തികളെ അത്ഭുത സിദ്ധിയാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം കർത്തവ്യമാണെന്ന് മനസ്സിലാക്കി പ്രയോഗിക്കുന്ന പൂജയ്ക്കും ഗായനത്തിനും യോഗ്യരായി ഭവിക്കൂ. വിശദീകരണം. याद द्वारा जो शक्तियों की प्राप्ति होती है उन्हें करामत समझकर प्रयोग नहीं करना. ഓർമ്മയിൽ കൂടി എന്തെല്ലാമാണോ ശക്തികളുടെ പ്രാപ്തികൾ ഉണ്ടാകുന്നത് അതിനെ ഒരു സിദ്ധിയാണ് എന്ന് മനസ്സിലാക്കാതെ അഥവാ ആ രീതിയിൽ മനസ്സിലാക്കി അതിനെ പ്രയോഗിക്കരുത്. लेकिन कर्तव्य समझकर कार्य में लगाना. പകരം കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കി വേണം കാര്യത്തിൽ പ്രയോഗിക്കാൻ. उन मनुष्यों के पास रिद्धि सिद्धि की करामत होती है. ലോകത്തിലെ മനുഷ്യരുടെ അരികിൽ റിദ്ധി സിദ്ധിയുടെ പ്രയോഗങ്ങൾ ഉണ്ടാകാം, അത്ഭുത സിദ്ധികൾ ഉണ്ടാകാം. लेकिन आपके पास है श्रीमत. എന്നാൽ നിങ്ങളുടെ കൈവശമുള്ളത് ശ്രീമതമാണ്. ശ്രീമത് സേ ശക്തിയാ ജറൂർ ആത്തി ഹെ. ശ്രീമതപ്രകാരം നടക്കുന്നതിൽ നിന്നും അതിലൂടെ ശക്തികളുടെ പ്രാപ്തി തീർച്ചയായും ഉണ്ടാകും. ഇസ്ലിയെ സങ്കൽപ് സേ കർത്തവ്യ സിദ്ധ ഹോത്ത. അതിലൂടെ സങ്കല്പത്തിലൂടെ തന്നെ കാര്യം നടക്കുകയും ചെയ്യും, സിദ്ധികൾ ഉണ്ടാവുകയും ചെയ്യും. संकल्प से किसको कार्य की प्रेरणा दे सकते हो. സങ്കല്പത്തിൽ കൂടി ആർക്ക് വേണമെങ്കിലും ഏത് കാര്യത്തിൻ്റെ പ്രേരണ നൽകാനും സാധിക്കും. ये भी शक्ति है. ബാബ പറയണ ഇതും കൂടി ഒരു ശക്തിയാണ്, കഴിവാണ്. लेकिन श्रीमत में जब अपनी मनमत मिक्स ना हो. എന്നാൽ എപ്പോൾ വരെ ശ്രീമതത്തിൽ തൻ്റെ മന്മതം മിക്സ് ആകുന്നില്ല, കൂട്ടിച്ചേർക്കപ്പെടുന്നില്ല, അപ്പോൾ മാത്രമാണ് ഗായൻ और പൂജൻ യോഗ്യ ബനേങ്കെ. അപ്പോഴാണ് നിങ്ങൾ ഗായനത്തിനും പൂജയ്ക്കും യോഗ്യരായി മാറുക. स्लोगन. किसी भी प्रकार की हलचल में दिल शिकस्त होने के बजाय बड़ी दिल वाले बनो. ഏതെങ്കിലും പ്രകാരത്തിൻ്റെ കോലിളക്കങ്ങളിൽ അതോ പ്രശ്നങ്ങൾക്കിടയിൽ മനോപ്രയാസപ്പെടാതെ വലിയ മനസ്സുള്ളവരായി മാറുക. अच्छा, मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यारा हो. गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार. गुड मॉर्निंग. नमस्ते नमस्ते नमस्ते. ओम शांति.